ചെന്നൈ അണ്ണാ സർവകലാശാല ക്യാമ്പസിൽ വിദ്യാർത്ഥിനി ബലാത്സംഗത്തിന് ഇരയായ സംഭവം 3 പ്രത്യേക സംഘങ്ങൾ അന്വേഷിക്കും. കേസിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ ക്യാമ്പസിലേക്ക് SFIയുടെ പ്രതിഷേധം നടന്നു. ക്യാമ്പസിനുള്ളിൽ സുരക്ഷ ഉറപ്പാക്കണമെന്ന് SFI പ്രവർത്തകർ ஆവശ്യപ്പെട്ടു. இன்னொன்று தமிழ்நாட்டினுடைய காவல்துறை கைது பண்ணியிருக்கேன்னு சொல்கிறாங்க. விசாரணை குழுவை உயர்கல்வித்துறை அமைச்சிருக்கேன்னு சொல்கிறாங்க. இது என்னன்னா ஒரு கண்துடைப்பு நாடகத்துக்காக தான் இருக்குது. ஏன்னா நேற்று நடந்திருக்கு, கம்ப்ளைண்ட் கொடுத்துருக்காங்க, ஒருத்தர் அரெஸ்ட் பண்ணியிருக்காங்க, இன்னொருத்தர் யாருன்னு இப்போதைக்கு தெரியல. விசாரணை குழுன்னு பேசிக்கிட்டு இருக்காங்க. உடனடியாக அவங்க 2 பேர் மீதும் பாலியல் வன்கொடுமை எந்த சட்டத்தில் கைது பண்ணணுமோ முறையாக உடனடியாக கைது செய்யணும்னு சொல்லிட்டு தான் SFI நாங்கள் உடனடியாக இங்கே கேம்பஸ் வாசல் நாங்கள் ஸ்ட்ரகிள் நடத்திக்கிட்டு இருந்தால் சொல்லிக்கிட்டு தான் கேம்பஸில் ஸ்டூடெண்ட்டுக்கு ஒரு சேஃப்டியை உறுதிப்படுத்தணுன்றது தான். ரெண்டாவது இந்த குற்றவாளிகளை உடனடியாக கைது செய்து ரிமாண்ட் பண்ணணுன்றது தான் எங்களுடைய டிமாண்டாக இருக்கின்றது தான். മുഹമ്മദ് റഹീസ് ഉണ്ട് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് തത്സമയം വിവരങ്ങളുമായി. മുഹമ്മദ് റഹീസ്, SFI ആവശ്യപ്പെടുന്ന കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കണമൊപ്പം ഈ പ്രതികളെ ഉടൻ പിടികൂടണമെന്നാണല്ലോ. ഈ പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചനയുണ്ടോ പോലീസിന്? കസ്റ്റഡിയിലുള്ളത് പ്രതി തന്നെയാണോ? സ്ഥിരീകരിക്കുന്നുണ്ടോ പോലീസ്? ഉന്മേഷ്, ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണവുമില്ല. കാരണം ഈ കസ്റ്റഡിയിലുള്ള പ്രതിക്ക് നിലവിൽ ഈ കേസുമായി ബന്ധമില്ല എന്നുള്ള ഒരു വിവരം തന്നെയാണ് പോലീസിൻ്റെ പക്കലുള്ളത്. പക്ഷേ നിലവിൽ ഈ കേസ് അല്ലെങ്കിൽ ഈ സംഭവം ഒരു വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലാണ് ഈ പ്രതിയെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നതാണ് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ കഴിയുക. കാരണം ഒരാളെ പിടികൂടിയിട്ടുണ്ട്, ഇയാൾ ക്യാമ്പസിന് പുറത്തുള്ള ആളാണെന്ന് പോലീസ് പറയുമ്പോഴും ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലീസ് കൃത്യമായിട്ടുള്ള മറുപടി നൽകുന്നില്ല. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. സംഭവം ഈ ഒരു ഏതാണ്ട് രാജ്ഭവന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കോളേജ്, ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ വീടിൽ നിന്നും 2 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ഒരു കോളേജാണ്. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കോളേജാണ് അണ്ണാ യൂണിവേഴ്സിറ്റി. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് സർക്കാരിന് വലിയ തലവേദനയായിട്ടുണ്ട്, വലിയ നാണക്കേടായിട്ടുണ്ട്. ഒപ്പം തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധമൊക്കെ സർക്കാരിനെതിരെ ഉയരുന്ന ഘട്ടത്തിലാണ് പോലീസ് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. നിലവിൽ 3 പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് ഈ അന്വേഷണം നടത്തുന്നത്. പോലീസ് പറയുന്നതനുസരിച്ചാണെങ്കിൽ ക്യാമ്പസിനുള്ളിലായിരിക്കാം ഈ പ്രതി ഉള്ളത് എന്നാണ് കരുതുന്നത്. കാരണം പുറത്തു നിന്ന് ഒരാൾക്ക് പെട്ടെന്ന് ക്യാമ്പസിനകത്തേക്ക് കയറാൻ കഴിയില്ല. അതുമാത്രമല്ല, ഇത്തരത്തിലൊരു കൃത്യം നടത്തിയിട്ട് തിരികെ പോകണമെങ്കിൽ അത് ക്യാമ്പസ് കൃത്യമായി അറിയുന്നയാളായിരിക്കണം. ഈ ക്യാമ്പസിൽ പ്രധാനപ്പെട്ട പല വീഴ്ചകളുമുണ്ട്. കാരണം പല CCTVകളിലും ദൃശ്യം പതിയാറില്ല, ഒപ്പം തന്നെ പല വിളക്കുകളും കത്താറില്ല, ക്യാമ്പസിൻ്റെ പല ഭാഗങ്ങളും കാട് മൂടിക്കിടക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ക്യാമ്പസിനെ പറ്റി കൃത്യമായിട്ട് അറിയുന്ന ആരെങ്കിലും ആകും ഈ കൃത്യത്തിന് പിന്നിലെന്നാണ് പോലീസ് കരുതുന്നത്. എന്തായാലും 2 ദിവസം മുൻപാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഇന്ന് രാവിലെയാണ് ഈ യുവതി പരാതി നൽകിയത്, ഈ പെൺകുട്ടി പരാതി നൽകിയത് എന്ന് പറയുന്നുണ്ട്. കന്യാകുമാരി സ്വദേശിയായിട്ടുള്ള 2ാം വർഷ വിദ്യാർത്ഥിയാണ്. അപ്പോൾ അത്തരത്തിൽ പരാതി കിട്ടിയതിനു ശേഷം ഒരാളെ കസ്റ്റഡിയിലെടുത്തു എന്ന് പോലീസ് പറയുമ്പോഴും മറ്റു പ്രതി എവിടെ, അല്ലെങ്കിൽ ഈ പിടിയിലായിരിക്കുന്ന ആൾ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തത വരുന്നില്ല. എന്തായാലും ഇവിടെ വിദ്യാർത്ഥി പ്രതിഷേധം ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. SFIയുടെ പ്രതിഷേധം കഴിഞ്ഞിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിക്കകത്ത് കാര്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്നില്ല. അതൊരു പോരായ്മയായി വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വലിയൊരു പ്രതിഷേധം ഇവിടെ നടന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു 20 പേരിലധികം ചോദ്യം ചെയ്തിട്ടും പോലീസിന് കൃത്യമായിട്ടുള്ളൊരു സൂചന ഇതുവരെ ലഭിച്ചിട്ടില്ല. ഉന്മേഷ്, മുഹമ്മദ് റഹീസാണ് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.